അള്ളാഹുവിൻ്റെ മനോഹരമായ അസ്മാകളിൽപ്പെട്ട ഒരു ഇസ്മാണ് ഖബീർ എന്നത്. സൂക്ഷ്മജ്ഞൻ, സൂക്ഷ്മമായ നിലക്ക് കാര്യങ്ങളെ അറിയുന്നവൻ എന്ന് നമുക്കിതിന് അർത്ഥം പറയാം. നാം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ ഏതൊരു ഇസ്മിന് നാം അർത്ഥം പറയുമ്പോഴും ആ ഒരു പദത്തിൽ ഒതുക്കി നിർത്താൻ പറ്റുന്ന അർത്ഥമല്ല യഥാർത്ഥത്തിൽ ആ ഇസ്മിന് ഉള്ളത് എന്ന്. നമുക്ക് ആ ഇസ്മിൻ്റെ അർത്ഥം മൊത്തത്തിൽ മനസ്സിലാകാൻ വേണ്ടി നാം ഒരർത്ഥം പറയുന്നതാണ്. അള്ളാഹുവിൻ്റെ ഓരോ ഇസ്മുകൾക്കുമുള്ള ശരിയായ നിലക്കുള്ള അർത്ഥതലം വിശദീകരിക്കാൻ പറ്റുന്ന പദങ്ങൾ, അതല്ലെങ്കിൽ അതിൻ്റെ പര്യായ പദങ്ങൾ അറബിയിലും അറബി അല്ലാത്ത ഭാഷകളിലും ഇല്ല എന്ന് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖബീർ എന്ന ഇസ്മ് പരിശുദ്ധ ഖുർആനിൽ 45 പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ അബ്ജദിയത്ത് 812 ആണ്. ഖബീർ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്കും എത്തിച്ചേരാൻ പറ്റാത്ത രൂപത്തിലുള്ള ഓരോ വിഷയങ്ങളിലെയും ഗാഢമായ കാര്യങ്ങളെ അറിയുന്നവൻ, ഓരോ വസ്തുവിൻ്റെയും സത്ത പരിപൂർണമായി അറിയുകയും എല്ലാ നിലക്കും അതിനെ മനസ്സിലാക്കുകയും ചെയ്തവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഖബീർ എന്നതിന് തന്നെ മുഖ്ബിർ, ഓരോ കാര്യങ്ങളും നമുക്ക് അറിയിച്ചു തരുന്നവൻ എന്ന അർത്ഥത്തിൽ പറഞ്ഞവർ ഉണ്ട്. എന്നാൽ ഖബീർ എന്നതിന് തന്നെ മുഖ്തബിറുൻ ലിൽ അഷ്യ, ഓരോ വസ്തുക്കളെയും പരീക്ഷിക്കുന്നവൻ, അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൻ്റെയും ഇറാദത്തിൻ്റെയും മേലിൽ യോജിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇൽമ് പ്രകടമാകാൻ, വെളിവാകാൻ വേണ്ടി ഓരോ വസ്തുക്കളെയും പരീക്ഷിക്കുന്നവൻ എന്ന അർത്ഥത്തിലും ഇത് ഉപയോഗിക്കാറുണ്ട്. ഖിബ്റത്ത് എന്ന് പറഞ്ഞാൽ ഇൽമുൻ വ സിയാദത്തുൻ എന്നാണ്. വെറും അറിവ് എന്ന് മാത്രമല്ല, അറിവും അറിവിനേക്കാൾ വർദ്ധിച്ചതും എന്നാണ് ഖിബ്റത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു വസ്തു കൊണ്ട് ഖബീറാണ് എന്ന് പറഞ്ഞാൽ ആ വസ്തുവിനെ അറിയുന്നവനാണ് എന്ന് മാത്രമല്ല അതിൻ്റെ അർത്ഥം ഉണ്ടാവുക, മറിച്ച് ആ വസ്തുവിനെ അറിയുകയും അതിൻ്റെ എല്ലാ മേഖലകളെയും പരിപൂർണമായ നിലക്ക് വ്യക്തതയോടെ അറിയുകയും ചെയ്യുന്നവൻ എന്ന അർത്ഥമാണ് ഖബീർ എന്നതിന് ഉള്ളത്. ചില പണ്ഡിതന്മാർ ഖബീർ എന്നതിന് അർത്ഥം പറഞ്ഞത് കാണാം, നമ്മുടെ ബുദ്ധി കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളിലും അതേപോലെ തന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ പറ്റുന്ന കാര്യങ്ങളിലെയും പ്രത്യക്ഷമായ കാര്യങ്ങളിലെയും മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളിലെയുമൊക്കെ എല്ലാ ഗാഢമായി കിടക്കുന്ന വിഷയങ്ങളും അറിയുന്നവൻ. ഈ ദൃശ്യപ്രപഞ്ചത്തിലോ അദൃശ്യപ്രപഞ്ചത്തിലോ അള്ളാഹു അറിയാതെ ഒരു വസ്തുവും സഞ്ചരിക്കുകയില്ല. ഒരു ചെറിയ അണുപോലും ചലിക്കുകയോ അല്ലെങ്കിൽ നിശ്ചലമാവുകയോ ചെയ്യുകയില്ല. ഒരു ശരീരവും സമാധാനത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവസ്ഥകളിലോ ആവുകയില്ല. എല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ വ്യക്തമായ അറിവുണ്ടായിട്ടല്ലാതെ എന്നാണ് ഈ ഖബീർ എന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. ഒരു മനുഷ്യൻ അള്ളാഹുവിനെക്കുറിച്ച്, അള്ളാഹുവാണ് ഖബീർ,
എല്ലാ കാര്യങ്ങളെയും എല്ലാ മേഖലകളിലൂടെയും എല്ലാ വിശദീകരണങ്ങളിലൂടെയും അറിയുന്നവൻ എന്ന ഒരു തിരിച്ചറിവിലേക്ക് എത്തിയാൽ തീർച്ചയായും ആ റബ്ബിൻ്റെ അറിവ് കൊണ്ട് അവൻ മതിയാകുന്നതാണ്. ആ റബ്ബിൻ്റെ അറിവ് അവന് മതിയായി എന്ന ഒരു അവസ്ഥയിലേക്ക്, ഒരു തലത്തിലേക്ക് അവൻ എത്തുകയും അള്ളാഹുവിൻ്റെ അടുക്കലുള്ള അറിവിലേക്ക് അവൻ മടങ്ങുകയും ചെയ്യും. അള്ളാഹു അല്ലാത്തതിനെ ഓർക്കുന്ന ആ ഒരു അവസ്ഥ അവനിൽ നിന്ന് ഇല്ലാതെയാവുകയും ചെയ്യും. ഈ ഇസ്മുമായി നമ്മൾ താല്ലുക്കാകേണ്ടത്, ബന്ധം ഉള്ളതാകേണ്ടത്, നമ്മുടെ എല്ലാ വിഷയങ്ങളും അള്ളാഹുവിൻ്റെ ഇൽമു കൊണ്ട് മതിയാക്കി നമ്മളിൽ റിയാ ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാക്കി ഇഖ്ലാസിനെ നമ്മുടെ ഖൽബിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലായ നിലക്ക് നമ്മൾ ജീവിച്ചുകൊണ്ടാണ്. ഇസ്മുമായിട്ട് കൂടുതൽ ബന്ധം പുലർത്തുന്ന സമയത്ത് തീർച്ചയാണ് അവനിൽ റിയാ, ലോകമാന്യം ഇല്ലാതെയാകും. ഇഖ്ലാസ് അവൻ്റെ കൂടപ്പിറപ്പാകും. ഏത് പ്രവർത്തനങ്ങൾ അവൻ ചെയ്യുമ്പോഴും അതിലൊന്നും ലോകമാന്യത്തിൻ്റെ കലർപ്പ് ഒരിക്കലും ഉണ്ടാവുകയില്ല. മറ്റുള്ളവർ താൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അറിയുമ്പോൾ ഒരു ചെറിയ സന്തോഷം പോലും അവനിൽ ഉണ്ടാവുകയില്ല. മറ്റുള്ളവർ കാണുന്നില്ലല്ലോ എൻ്റെ അമലുകൾ എന്ന നിലക്ക് ഒരു വിഷമവും അവനിൽ ഉണ്ടാവുകയില്ല. സമ്പൂർണമായ നിഷ്കളങ്കത, ഇഖ്ലാസ് അവനിൽ നിലകൊള്ളുന്ന ആ ഒരവസ്ഥ ഈ ഇസ്മുമായിട്ട് ബന്ധം പുലർത്തുന്ന ആളുകളിൽ ഉണ്ടാകുന്നതാണ്. ഖബീർ എന്ന ഇസ്മുമായിട്ട് നമ്മൾ സ്വഭാവം ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ ലോകത്ത്, നമ്മളുടെ ശരീരത്തിൽ, നമ്മളുടെ ഹൃദയത്തിൽ നടക്കുന്ന കാര്യങ്ങളെ വളരെ വ്യക്തമായ നിലക്ക് തന്നെ അറിയുന്നവരായി നമ്മൾ മാറണം. നമ്മളുടെ ഹൃദയത്തിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത എന്തൊക്കെ കാര്യങ്ങൾ വരുന്നു അതിനെയൊക്കെ വ്യക്തമായ നിലക്ക് തന്നെ അറിയുന്ന ആ ഒരവസ്ഥ നമ്മളിൽ തീർച്ചയായും ഉണ്ടാകണം. മറ്റുള്ളവരെ വഞ്ചിക്കുന്ന സ്വഭാവം, മറ്റുള്ളവരോട് പകയും വിദ്വേഷവും വെക്കുന്ന സ്വഭാവം, അതുപോലെ തന്നെ ദുനിയാവിനോടുള്ള ആ ഒരു മഹബത്ത്, ആഖിറത്തിൻ്റെ വിഷയത്തേക്കാൾ ദുനിയാവിൻ്റെ വിഷയങ്ങൾക്ക് സ്ഥാനം കൊടുക്കൽ, അതുപോലെ ഷർറുകളെ മറച്ചു വെക്കുക, അതുപോലെ തന്നെ നമ്മളിലില്ലാത്ത കുറേ നന്മകളെ നമ്മൾ പ്രകടിപ്പിക്കുക, അതേപോലെ ഇഖ്ലാസ് എന്ന് പറയുന്ന ആ ഒരു മഹത്തായ സ്വഭാവം നമ്മളിൽ പാടേ ഇല്ലാതിരിക്കലോടുകൂടെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് ഇഖ്ലാസുള്ളവരായിട്ട് പ്രകടിപ്പിക്കുക. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും അറിയുകയും ആ കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ പറഞ്ഞറിയിക്കാനാവാത്ത നാശത്തിലേക്കാണ് എത്തുക എന്നും മനസ്സിലാക്കി മേൽപ്പറഞ്ഞ തിന്മകളെ പരിപൂർണമായി ഇല്ലായ്മ ചെയ്ത് അതിൻ്റെ എതിരായ നല്ല സ്വഭാവങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുക എന്നാണ് ഈ ഇസ്മു കൊണ്ട് സ്വഭാവം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോഴാണ് നമ്മളും ഖബീറായി മാറുകയുള്ളൂ. ഇനി ഈ ഇസ്മ് കൂടുതലായി നമ്മൾ ചൊല്ലുകയും ഇതുമായിട്ട് കൂടുതൽ ബന്ധം പുലർത്തുകയും ചെയ്യുമ്പോൾ തീർച്ചയായും അള്ളാഹുവിനോടുള്ള ഭയം നമ്മളുടെ ഖൽബിലുണ്ടാകും. കാരണം എൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി അറിയുന്ന റബ്ബാണ് എൻ്റെ റബ്ബ് എന്ന ചിന്ത ഒരുത്തനിൽ വരുമ്പോൾ തീർച്ചയാണ് അവനിൽ അരുതായ്മകൾ സംഭവിച്ചു പോകലിന് അവൻ ഭയപ്പെടും. അവൻ്റെ എല്ലാ കാര്യങ്ങളും
അവൻ അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കുന്ന ഒരു സ്വഭാവവും ഉണ്ടാകും. ഇനി ഈ ഇസ്മിനെ ഒരു മനുഷ്യൻ കൂടുതലായി ചൊല്ലുകയാണെങ്കിൽ, മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, അവനെ എപ്പോഴും പ്രയാസപ്പെടുത്തുന്ന, അവനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു വ്യക്തി അവൻ്റെ സംരക്ഷണത്തിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും യാ ഖബീർ എന്ന ഇസ്മിനെ ധാരാളമായി ചൊല്ലുമ്പോൾ അവനെ ബുദ്ധിമുട്ടിക്കുന്ന ആ മനുഷ്യൻ്റെ അവസ്ഥകൾ നല്ല അവസ്ഥകളായി മാറും. പല രക്ഷിതാക്കളും അവരുടെ നിയന്ത്രണത്തിൽ, അവരുടെ ചെലവിൽ ജീവിക്കുന്ന മക്കളെ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ കുടുംബങ്ങളിലുള്ള പലരിൽ നിന്നും പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്ന് വളരെ ഞെരുക്കത്തിൽ ജീവിക്കുന്നവരുണ്ട്. അവരൊക്കെ ഇസ്മ കൂടുതലായി ചൊല്ലുമ്പോൾ തീർച്ചയായും ആ പ്രയാസപ്പെടുത്തുന്ന ആളുടെ ഹാലും ബാലും അവസ്ഥയും മനസ്സുമൊക്കെ അല്ലാഹു തആല നന്നാക്കി കൊടുക്കും. അതേപോലെ തന്നെ പല വിഷയങ്ങളും അല്ലാഹു തആല അവന് അറിയിച്ചു കൊടുക്കുന്നതാണ്. അവന് അറിയൽ നന്മയുള്ള പല കാര്യങ്ങളും ഈ ഇസ്മ പതിവാക്കുന്നവർക്ക് അല്ലാഹു തആല അറിയിച്ചു കൊടുക്കും. അതുപോലെ തന്നെ പൊതുവെ എല്ലാ മനുഷ്യരിലും ഉണ്ടാകുന്ന, അല്ലെങ്കിൽ കൂടുതൽ മനുഷ്യരിലും ഉണ്ടാകുന്ന ഒരു വിഷയമാണ് അവരുടെ നഫ്സ് വഴിപ്പെടാതിരിക്കുക എന്നത്. പല നല്ല കാര്യങ്ങളും ചെയ്യണമെന്നുണ്ട്, ചൊല്ലണമെന്നുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കണമെന്നുണ്ട്, എന്നും 100 ദിക്റെങ്കിലും ചൊല്ലണമെന്നുണ്ട്, എന്നും സ്വലാത്ത് പതിവാക്കണമെന്നുണ്ട്, പല നന്മകളും ചെയ്യണമെന്നുണ്ട്. ഖുർആൻ 24 മണിക്കൂറിൽ ഒരു ജുസ് ഓതാൻ ഒരു അരമണിക്കൂർ മാത്രമേ ചെലവഴിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഒരു ജുസ് എങ്കിലും ഖുർആൻ ദിവസവും ഓതണമെന്നുണ്ട്. അസ്മാഉൽ ഹുസ്ന എന്നും ചൊല്ലണമെന്നുണ്ട്. പക്ഷേ നഫ്സ് വഴിപ്പെടുന്നില്ല. നാളെയാകാം, പിന്നെയാകാം എന്ന നിലക്കുള്ള ചിന്തയിലൂടെ അതിങ്ങനെ താമസിച്ചു പോവുകയാണ്. ആ ഒരവസ്ഥയിൽ നിന്ന് സലാമത്താകാനും ഈ ഇസ്മിനെ ധാരാളം ചൊല്ലിയാൽ മതി എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. അല്ലാഹു നമ്മുടെ നഫ്സിനെ നമുക്കൊക്കെ കീഴ്പ്പെടുത്തി തരട്ടെ. ആമീൻ.